നിതീഷ് കുമാറിനൊരു യുക്തി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും JDU NDA പക്ഷത്തേക്ക് ചായുന്നതിൻ്റെ പ്രീകർസർ എന്നുള്ള നിലയിലായിരിക്കണം ഒരുപക്ഷെ ദേശീയ അധ്യക്ഷ സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടാവുക. അതെ, അത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം അദ്ദേഹം ലലൻ സിംഗിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ അധ്യക്ഷ സ്ഥാനം എടുത്തു. നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് ചർച്ചയിൽ പറയുകയായിരുന്നു, നിതീഷ് കുമാർ എപ്പോൾ മുന്നണി മാറുന്നോ അപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം ദേശീയ അധ്യക്ഷ സ്ഥാനം എടുക്കുക എന്നുള്ളതാണ്. മുമ്പ് BJP പക്ഷത്തേക്ക് ചായുന്ന ഘട്ടത്തിലാണ് ശരത് യാദവിൻ്റെ കയ്യിൽ നിന്ന് ദേശീയ അധ്യക്ഷ സ്ഥാനം എടുത്തത്. ദേശീയ നാഷണൽ കോൺഫറൻസ് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്ന കാര്യം നിതീഷ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ശരത് യാദവ് വല്ലാതായിപ്പോയി. പക്ഷെ അവിടെ ഒരു കാര്യം ആലോചിക്കണം, 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ വേണമെങ്കിൽ ശരത് യാദവിന് അന്ന് കേന്ദ്രമന്ത്രിയാകാമായിരുന്നു. ആ കേന്ദ്രമന്ത്രി ആകേണ്ടതില്ല എന്ന് കണ്ട് മതേതരത്വത്തിൽ അടിയുറച്ച് നിന്നിട്ടുള്ള ആളായിരുന്നു ശരത് യാദവ്. ഏതായാലും ഇപ്പോൾ ലലൻ സിംഗിൻ്റെ കയ്യിൽ നിന്നും നിതീഷ് കുമാർ ദേശീയ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടുകൂടി അക്കാര്യത്തിലൊരു വ്യക്തതയായി എന്നാണ് RJDയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നത്. പിന്നെ ഈ കുടുംബാധിപത്യത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അരുൺ, BJP പക്ഷത്തേക്ക് പോകാൻ തോന്നുമ്പോൾ മാത്രമാണ് കുടുംബാധിപത്യം. ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് വർഗീയതയിലേക്ക് തിരിച്ചു വരികയും വീണ്ടും വർഗീയതയിൽ നിന്ന് കുടുംബാധിപത്യത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി മാത്രമാണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും തന്നെയും നിതീഷ് കുമാർ പറയുന്നതിലൊന്നും ഒരു യുക്തി മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ 5 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. ഇനിയിപ്പോൾ വർഗീയതയെക്കുറിച്ച് പറയാനും നിതീഷ് കുമാറിന് അർഹതയില്ല, കുടുംബാധിപത്യത്തെക്കുറിച്ച് രണ്ടിൻ്റെയും ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഇവിടെ യുക്തിയില്ല എന്ന് പറയുന്നത്, നോക്കൂ, അടിയന്തരാവസ്ഥ നമ്മളെപ്പോഴും 1977-നെയാണല്ലോ പെട്ടെന്ന് താരതമ്യം ചെയ്യാറുള്ളത് 2014 സാഹചര്യം. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ മുന്നിൽ വാലാട്ടി നടന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഉത്തർപ്രദേശും ബീഹാറും ഒന്നും അങ്ങനെ ആയിരുന്നില്ല. അവിടെയൊക്കെ നിരക്ഷരായിട്ടുള്ള ജനകോടികൾ കൃത്യമായ രീതിയിൽ ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു അതിന് ഇന്ത്യ ചിന്തിക്കുന്നതിന് ഒരു മുന്നണി പോരാളിയായി നിന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ജനങ്ങളോടാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയം പറയുന്നത്. ഏത് രാഷ്ട്രീയം? നോക്കൂ, എന്താ നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടില്ല? കഴിഞ്ഞ കുറേ കാലങ്ങളായി BJP സഖ്യത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം നിതീഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയം എന്താണ്? EBC പൊളിറ്റിക്സ് ആണല്ലേ. എനിക്ക് ജാതി സർവേ ആവശ്യമാണ്. അങ്ങനെ ഞാൻ ബീഹാറിൽ ജാതി സർവേ നടത്തുന്നു. കർപ്പൂരി ഠാക്കൂർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള EBC എന്ന വിഭാഗത്തിന് ഇവിടെ അർഹിക്കുന്ന പ്രാധാന്യം ലഭിക്കുന്നില്ല, അവർക്ക് അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ജാതി സർവേ നടത്തുന്നു. സുപ്രീം കോടതിയിൽ എന്താ BJP പറഞ്ഞിട്ടുള്ളത്? ജാതി സർവേ ഇപ്പോൾ ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനെ നഖശിഖാന്ത എതിർക്കുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി ബീഹാർ സർക്കാരിന് അനുകൂലമായി ജാതി സർവേ നടത്തി ബീഹാർ നിയമസഭയിൽ ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിൽ പറയുന്നത് EBC വിഭാഗത്തെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ 50% നിന്നും സംവരണാനുകൂല്യം 80% ഉയർത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പറയുന്ന ഒരു നിതീഷിൻ്റെ പൊളിറ്റിക്സ് ഇന്ത്യ മുന്നണിയുടെ മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണിയുടെ മുന്നിലേക്ക് അത് വെക്കുകയും കോൺഗ്രസ് അത് 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ പെട്ടെന്ന് വളരെ ഉപരിപ്ലവമായിട്ടുള്ള, അതായത് കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നു എന്ന് പറയുന്ന വളരെ ഉപരിപ്ലവമായ ഒരു രാഷ്ട്രീയം സൃഷ്ടിച്ചുകൊണ്ട് പഴയ മൗലികമായ രാഷ്ട്രീയം മറക്കണമെന്നാണ് ബീഹാറി ജനതയോട് നിതീഷ് കുമാർ പറയുന്നത്. ആ മൗലിക രാഷ്ട്രീയം അവർ മറന്നതായി നമ്മൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള ജനവിധിയിൽ കണ്ടിട്ടില്ല. അത് ഇപ്പോഴും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നോക്കൂ, ബീഹാറിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ബീഹാറിലിപ്പം നിതീഷ് കുമാറിനോട് BJP പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ BJPയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുക, ജിതിൻ റാം മാഞ്ചിയും BJPയുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കുക, എന്നിട്ട് മന്ത്രിസഭ പിരിച്ചുവിടുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് 2025 നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പ്രാണപ്രതിഷ്ഠാ തരംഗത്തിൽ UP വലിയ സീറ്റുകൾ നേടാനാകും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൽ ഏറ്റവും വലിയ നിയമസഭാ കക്ഷി സൃഷ്ടിക്കാൻ സാധിക്കും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2025 നടക്കേണ്ട തെരഞ്ഞെടുപ്പ് 2024 മെയ് മാസത്തിൽ നടന്നാൽ ഒരു വലിയ പാർട്ടിയെ സൃഷ്ടിക്കാൻ കഴിയും നിയമസഭയിൽ. ആ പാർട്ടി മതി. പിൽക്കാലത്ത് ഒരിക്കൽ കൂടി നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയാൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയെ പിളർത്തി
BJPക്ക് വലിയ കാരണം അവിടെ ഇന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ ഇന്നും RJD വലിയ പാർട്ടി, രണ്ടാമത്തെ വലിയ പാർട്ടി രണ്ടാമത്തെ വലിയ പാർട്ടി അല്ല നിയമസഭ, അത് ഇവരോടൊപ്പം മത്സരിച്ചിട്ടാണ്, JDUവിനോടൊപ്പം മത്സരിച്ചിട്ടാണ്. JDU കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബീഹാറിൽ BJPയുടെ പ്രസൻസ് ഉള്ളൂ. JDUവും BJPയും മത്സരിച്ച് തുല്യ സീറ്റുകളിൽ മത്സരിച്ച് BJPയും JDU ഒരുമിച്ച് മത്സരിച്ച് മാറും. അപ്പോൾ മൂന്നാമത്തെ വലിയ പാർട്ടി മാത്രമാണ് BJP എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ CPIML ആണ് അവിടെ നാലാമത്തെ വലിയ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നിയമസഭാ കക്ഷി ഉണ്ടാക്കാൻ കഴിയും. നാളെ നിതീഷ് കുമാർ എന്നയാൾക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത രീതിയിലേക്ക് ഇന്നത്തെ ചാഞ്ചാട്ടം അത് സാധ്യമാവുകയാണെങ്കിൽ, അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സംഭവിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് 5ാം തവണയും മാറുമ്പോൾ പ്രധാനമായി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. Meet the editors.